ചന്ദനൊക്കെ വെട്ടിട്ട് കൈയൊക്കെ തയമ്പിച്ചു. അപ്പൊ നമ്മള് ചെയ്യാത്ത പണി, അല്ലെങ്കിൽ വേറൊരാളുടെ വീട്ടിൽ പോയി കട്ടിട്ടോ വേറെ പിടിച്ചു പറിച്ചിട്ടോ പറിക്കാനോ ഷാജി പഠിച്ചിട്ടുമില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. മരിക്കേണ്ടി വന്നാലും അങ്ങനത്തെ പണി ചെയ്യൂല. നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർ ഇട്ടത് വീഡിയോസ് ഒക്കെ, അവരിൽ കണ്ടില്ലേ ചന്ദനം? അത് ഞാൻ എൻ്റെ മക്കളും കൂടി വിട്ട്. എന്തുകൊണ്ട് വെട്ടിന്ന് വെച്ചാൽ 1.5 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരാന്, 1.5 അല്ല 2.5 ലക്ഷം ഉറുപ്പ്യ മൊത്തം എനിക്ക് തരാന്. ആ പൈസ കിട്ടുന്ന വരെ ഞാൻ എനിക്ക് കിട്ടുന്നത് അവിടെ എന്താ ഉള്ളത്? ആകെ ഒരു 8 സെന്റ് സ്ഥലത്തിൽ ആ മണ്ണുണ്ട്, മണ്ണായി പോണ വീടും ഉണ്ട്, തലേ കൂടെ വീഴാനായിട്ട് നിൽക്കുന്ന വീടും ഉണ്ട്, ആ മണ്ണും ഉണ്ട്. അല്ലാണ്ട് എന്താ അതിലുള്ളത്? അപ്പൊ വിൽക്കാൻ ചന്ദനം തന്നെയാണ്. തള്ള അന്ന് മുങ്ങിയതാണ്, തള്ള പിന്നെ പൊങ്ങിയിട്ടില്ല അവിടേക്ക്. തള്ള അന്ന് എന്നെ എൻ്റെ മക്കളെയും വെട്ടി നുറുക്കാളം അടിച്ചോടിക്കുന്നു പറഞ്ഞിട്ട് അന്ന് ഇറങ്ങിയതാണ് തള്ള. 2 മണിക്ക് വീട്ടിൽ നിന്ന് 2 മണിക്ക് ഇറങ്ങിയതാണ്, പുലർച്ചെ 2 മണിക്ക് എന്നെ വെട്ടാൻ വന്നിട്ട് പുലർച്ചെ 2 മണിക്ക് ഇറങ്ങിപ്പോയതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അനിയത്തിൻ്റെ അവിടെ പാറാവാണ്, അനിയത്തിൻ്റെ അവിടെ പാറാവ് കിടക്കാണ്. അപ്പോ എനിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ? അപ്പൊ എൻ്റെ വീട്ടിലുള്ളത് എന്താണോ മുതൽ അത് ഞാൻ വിൽക്കുക. ഞാൻ ഇത് 10-15 കൊല്ലം ഒരാളുടെ മുതൽ ഒരാളുടെ ഷാജി പിടിച്ചു പറിക്കാനോ കക്കാനോ പോയിട്ടില്ല. എൻ്റെ വീട്ടിലുണ്ടായ മുതല്, എൻ്റെ വീട്ടുവളപ്പിലുണ്ടായ സാധനം. പിന്നെ അത് ഫോറസ്റ്റുകാർക്ക് അറിയിക്കണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ സാറുമാർ പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയിച്ചാൽ ഞങ്ങളത് വന്ന് നോക്കും, എന്നിട്ട് ഞങ്ങളത് മുറിക്കും, എന്നിട്ട് അതിൻ്റെ വില നിങ്ങൾക്ക് എന്താ വെച്ചാൽ തരും, ഗവൺമെന്റിലേക്ക് എത്ര പോവാളിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കും എന്നാണ് സാറുമാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു സാറുമാരെ എടുത്തിട്ട് പോയിക്കോളി, ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല, ഞാൻ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്, ഇത്രയും വലിയ മരമായിരുന്നു, ഇതിന് ഞാൻ 2-3 കഷ്ണാക്കിണ്ട്. അപ്പൊ തന്നെ സാറ് പറഞ്ഞു ഇത് ആ കുട്ടിക്ക് അറിയാണ്ട് വെട്ടിയതാണ്, കാരണം അതിന്റെ വെട്ട് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, കാരണം അതെനിക്ക് അറിയില്ല. അത് ആർക്ക്, ഞാൻ ആകെ വിളിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. ഫ്രണ്ടിനെ വിളിച്ചിട്ട് മരക്കച്ചവടക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം, എനിക്ക് കുറച്ച് മരം വെക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ചന്ദനം ഉണ്ടടാ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അത് ഫോറസ്റ്റുകാരുടെ അടുത്ത് പറയണേട്ടി ഷാജി, അല്ലാണ്ട് അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓ എന്റെ പഠിച്ചോനെ, കമന്റ് ബോക്സിൽ ചന്ദനം വിറ്റു, മറ്റേ എന്താ ഇവന്മാരുടെ വാപ്പാന്റെ ചന്ദനം വിറ്റ പോലെയാണ് ഇവന്മാരുടെ നായ്ക്കള്. എന്താടാ നിങ്ങൾക്കൊക്കെ ചന്ദനം ഉണ്ടോ? 2 ഗടി ആടാ മര എടുക്കാനുണ്ടടാ. ശ്രീജേഷേ, എടാ ഈ ചന്ദനം പറയുന്ന സാധനേ ഞാൻ കാട്ടിൽ പോയി വെട്ടിയതോ വേറുള്ളവരുടെ വീട്ടിൽ പോയി വെട്ടിയതല്ല. എൻ്റെ വീട്ടില് എൻ്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുതലാണ് ഈ പറയുന്ന ചന്ദനം. അത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇതിന്റെ മുന്നേ എൻ്റെ വീട്ടുകാര് എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ വെട്ടി തൊലച്ച് കുറേ ഇതിന് മുന്നേ എൻ്റെ ഉമ്മ എൻ്റെ അനിയത്തിമാർക്ക് വെട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടു ചെലവിന് വേണ്ടി വെട്ടി വിറ്റ സാധനമാണിത്. ഞങ്ങളുടെ അവിടെ നിസ്സാര സുലഭമായിട്ട് ഉണ്ടാവണതാണ് ഈ ചന്ദനം. ഞങ്ങൾ വളർത്തുന്ന സാധനമല്ല അത്, അത് തന്നെ മുളിച്ചുണ്ടാവണം. ഞങ്ങളുടെ പറമ്പുകളിലൊക്കെ ചന്ദനമരമുണ്ട്. അത് വെട്ടി 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 വിറ്റു. ആരും മുതൽ നിന്റെ തന്തന്നെ മുതലാ വെട്ടി വിറ്റത്? എൻ്റെ വീട്ടില് എൻ്റെ. പിന്നെ അത് ഫോറസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞ് വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞതാണ് ഞാൻ അവരോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് അവരെന്നെ വെട്ടി മുറിച്ച് അതിനുള്ള പൈസ എത്രയാണോ ഗവൺമെന്റിലേക്ക് പോകേണ്ടത് 10% 15% അവരെടുക്കും, ബാക്കി എനിക്ക് തരുന്നതാണ് സാറ് പറഞ്ഞത്. അല്ല ഈ ചന്ദനം വിറ്റു നിങ്ങളുടെയൊക്കെ വാപ്പാന് മുതലാണോ വിറ്റത്? എൻ്റെ വാപ്പാന് എൻ്റെ ഉമ്മ എത്രയോ വിറ്റ് തൊലച്ച സാധനമാണ്. ഞങ്ങളുടെ വേലികളിലൊക്കെ ഇങ്ങനെ വരിവരിയായിട്ടുണ്ടാകുന്ന സാധനമാണ് ഈ ചന്ദനം പറയുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെ പറമ്പിലും ഉണ്ട്, ഞങ്ങളുടെ മാമന്മാരുടെ പറമ്പിൽ, ഞങ്ങളുടെ തറവാട്ടില് ഒക്കെ ഈ ചന്ദനം പറഞ്ഞ സാധനമുണ്ട്. എന്ത് ചന്ദനം വിറ്റു എന്ത് ചന്ദനം വിൽക്കാൻ പാടില്ലേ? ഈ പറയുന്ന ഫോറസ്റ്റുകാർ സാറുമാര് നിങ്ങളെക്കാട്ടി വലിയ എത്രയോ സാറുമാരാണ് അവിടെ വന്നത്. ആ സാറുമാർ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, മോളെ നിനക്ക് ശത്രുക്കളാണ്, നിനക്ക് ഇവിടെ ശത്രുക്കളാണ്, ഞങ്ങൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇവിടെ അത്രയും ശത്രുക്കളാണ് നിനക്ക് എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അതന്നെയാണ് ഇവിടെ നിന്ന് പോണതും പറഞ്ഞു. എനിക്ക് എൻ്റെ മക്കളാണ് സേഫ്, എൻ്റെ മക്കളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ വാശി പിടിച്ചിട്ട് എനിക്ക് ഇരിക്കണമെങ്കിൽ ആ വീട്ടിലിരിക്കാം. പക്ഷെ വേണ്ട, എൻ്റെ മക്കളെ കൊലക്കി കൊടുത്തിട്ട് ആ വീട്ടിലേക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും പോണ ആളാണ്. ഞാൻ പല സ്ഥലങ്ങളും ഇനിയിപ്പോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പർച്ചേസിങ് കാര്യങ്ങളായിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ പോകും. അപ്പൊ എൻ്റെ മക്കൾ അവിടെ സേഫ് അല്ല. എൻ്റെ മക്കളിനെ തല്ലാനും കൊല്ലാനും നിന്നാലേ എന്നെ എന്ത് ചെയ്താലും ഞാൻ സഹിക്കും, എൻ്റെ മക്കളെ ചെയ്താൽ ഞാൻ സഹിക്കില്ല. അത് ഞാൻ അങ്ങനെ ഉരുകി ഉണ്ടാക്കുന്ന മക്കളാണ്, ഞാൻ ഉരുകി ഉണ്ടാക്കിയിട്ട് ഞാൻ വളർത്തുന്ന മക്കളാണ്. അവരുടെ തൊട്ട ഞാൻ സഹിക്കില്ല. ഓക്കെ, അതിന് ചന്ദനം വിറ്റു നിന്റെ വാപ്പാന മുതല ചന്ദനം. എൻ്റെ വീട്ടില് ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുതലാണ് ഈ ചന്ദനം പറയുന്ന സാധനം. അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിലത്തെ മുതലല്ല ഞാൻ കട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ തറവാട്ട് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ കാട്ടിലോ പോയിട്ട് ചന്ദനം ഈ രാത്രി ചന്ദനം വിറ്റിട്ട് വിൽക്കുന്ന ആൾക്കാർ, വെട്ടി വിൽക്കുന്ന ആൾക്കാരുണ്ട് ചന്ദനം. രാത്രി കാലങ്ങളിലേ ആൾക്കാർ വന്ന് വെട്ടി വിൽക്കുന്ന സാധനമാണ് ഇത്. അങ്ങനെ ഞാൻ പകലാണ് ചെയ്തത്, പട്ടാപ്പകൽ ഒരാളിനെ എനിക്ക് പേടിയിലാണ് ചെയ്ത സാധനമാണ്. ഞാൻ എൻ്റെ മക്കൾ ഒറ്റയ്ക്ക് വെട്ടിയ സാധനമാണ്.
തെറി പറയാതെ ശ്രദ്ധിച്ച് സംസാരിക്കുക. നീ ആരടി എൻ്റെ അടുത്ത് തെറി പറയാണ്ടാ പറയാന്? എൻ്റെ ചാനലിൽ കയറിയിട്ട് നീ എന്നോട് തെറി പറയണ്ട പറയാ? നീ ആരാണ്? ഞാൻ പറയട്ടെ, കണ്ണടച്ച് വിശ്വസിക്കാം. നമ്മൾ ഒരുപാട് സ്നേഹിക്കണവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണവരാണ് നമുക്ക് പാരകളായിട്ട് പണിയണത്, നമുക്ക് പാരകളായിട്ട് വരുന്നത്. നമ്മൾ എത്രയും സ്നേഹിക്കുന്ന ആൾക്കാരും നമ്മളെ അത്രയും വിശ്വസിച്ച ആൾക്കാരായിരിക്കും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളി. എനിക്ക് അനുഭവം കൊണ്ട് പറയാണ്, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. നമ്മൾ ഒരുപാട് അനുഭവിച്ചാണ്. ഞാൻ ഈ 33 വയസ്സിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ ആ 15 വയസ്സിൽ എൻ്റെ 15 എവിടെയും ചെറുപ്പം മുതലേ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഈ കഷ്ടപ്പാട്. പണ്ട് എൻ്റെ ഉമ്മാന്റെ അത്താനെ തല്ല് കണ്ട് ഞാൻ വളർന്നതാണ്. ഉമ്മാന്റെ അനാവശ്യം അത്താനെ തല്ലിലും അതാക്കലും ഇതാക്കലും അത് കണ്ട് ഞാൻ വളർന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബക്കാർ തല്ലുകൂടുന്നു കണ്ടിട്ട് ഞാൻ വളർന്നു. ഏട്ടനനിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഏട്ടനനിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയിലാണ്. വെട്ടല് കുത്തല് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്, എൻ്റെ അനിയത്തിമാര് വളർന്നത്, അവിടെയുള്ള നായ്ക്കൾ വളർന്നത്. അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അതിപ്പോ എത്ര നായിന്റെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അത് നിവരില്ല. അത് ഏതൊക്കെ തരത്തിൽ തീട്ടം തിന്നാൻ ഉണ്ടാക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ വായ പൊളിച്ച നുണയും പറയും. പെറ്റ തള്ളനെ എങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടറിയോ? 1.5 കൊല്ലം ഞാൻ എങ്ങനെ നോക്കിയിട്ടുണ്ട്. എന്താടാ? എന്നിട്ട് ആ നന്ദിന്ന് പറയണ സാധനം അടുത്തു കൂടെ പോവാത്ത ജന്തുക്കളാണ്. അത് പണ്ടുമില്ല. എന്റെയൊക്കെ എപ്പോഴും പറയും, നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലടി, നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല. അത് എൻ്റെ ക്യാരക്ടറാണ്. എന്തറിയോ, നമ്മള് എന്ത് കാണിച്ചാലും ഇപ്പൊ നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ആ പറഞ്ഞോടുകൂടി എൻ്റെ കഴിഞ്ഞു. ഞാൻ അതിവിടെ വെച്ചിട്ട് നടക്കുന്ന ആളെയല്ല. ഞാൻ അത് പറഞ്ഞ കഴിഞ്ഞു. പിന്നെ പിറ്റത്തേക്ക് വെച്ച് അതാക്കി. നിന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അത് നിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ പറയൂടാ. അത് എൻ്റെ ഒരു ക്യാരക്ടറാണ്. ഞാൻ മറിഞ്ഞു എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് എടി അവൻ അങ്ങനെ എടി ഇവൻ ഇങ്ങനെ എന്ന് എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ പറയൂല. നീ ഏത് കൊമ്പത്തെ ആളാണെങ്കിലും ഞാൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയാണ് ഞാൻ പറയും. അതാണ് ഞാൻ. അതിനെ കുറേ ആൾക്കാർ തുടങ്ങും അങ്ങനെ ഇങ്ങനെ അത് ഇത്. പിന്നെ എൻ്റെ കബീർ ഖാൻ്റെ കൂടെ ഞാനാണ് 15 കൊല്ലം കിടന്ന് കൂടെ ജീവിച്ച് 5 മക്കളെയും പ്രസവിച്ച് നോക്കിയത് ഞാനാണ്. അല്ലാണ്ട് ഈ പറയുന്ന അവളുമാരല്ല എൻ്റെ ഇക്കാൻ്റെ കൂടെ കടന്നിരിക്കുന്നത്. ഞാനല്ലേ കിടന്നത്. എൻ്റെ ഇക്കാൻ്റെ ഫുൾ ചരിത്രങ്ങൾ എനിക്കല്ലേ അറിയാം. നിനക്കറിയോടി അല്ലെ? നിങ്ങൾക്കറിയോടി? അപ്പൊ ഞാനും ഇക്കും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് രഹസ്യം ഉണ്ടെങ്കിലും നിങ്ങളോട് പബ്ലിക്കിൽ വന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ലടി. പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് എൻ്റെ മരിച്ചുപോയ ഇക്കാനെ കുറിച്ച് പറയണമെന്നില്ല. അത് എൻ്റെ ഇക്കാന്റെ ഭാഗത്ത് തെറ്റായാലും ഞങ്ങൾ ഭാര്യ ഭർത്താവുമായിട്ട് അന്തസ്സായി ജീവിച്ച ആൾക്കാരാണ്, അങ്ങേയറ്റം സ്നേഹിച്ച് ജീവിച്ച ആൾക്കാരാണ്. അതിലുണ്ടായതാണ് ഈ 5 മക്കളും. അതുകൊണ്ട് ഞാൻ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ആ പൊന്നു പോലെ എനിക്ക് നോക്കാനുള്ള സ്നേഹം മനസ്സിൽ വരണമെങ്കിൽ ഞാൻ എൻ്റെ അത്ര സന്തോഷത്തോടു കൂടിയിട്ട് ഉണ്ടാക്കി പ്രസവിച്ച മക്കളാണ്. എന്നെ ആരും വഴി തെറ്റിക്കാൻ നോക്കണ്ട, വഴി തെറ്റില്ല. അത് പണ്ടൊക്കെ നിങ്ങളൊക്കെ പറയണതൊക്കെ പാവം ഷാജി അങ്ങനെ ഇങ്ങനെ പണ്ട് പറഞ്ഞ പോലെയൊക്കെ ചിലപ്പോൾ വഴി തെറ്റി പോയിട്ടുണ്ടാവായിരിക്കും. പക്ഷേ ഒരാൾക്ക് ഒരു പ്രാവശ്യം പറ്റുള്ളൂ. വഴി തെറ്റിക്കാൻ നോക്കിയ ആൾക്കും വഴി വേറുള്ളത് ആൾക്കാർക്കും. വെറുതെ നമ്മൾ ആ വഴിയിൽ പോയി ചാടാനുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന ആളും അല്ല. അങ്ങനത്തെ ഭക്ഷണം എൻ്റെ മക്കൾക്ക് കൊടുക്കൂല. അതാണ് എൻ്റെ ചോര അങ്ങനത്തെയാണ്. അങ്ങനെ കട്ടിട്ടും പറിച്ചിട്ടും വേറുള്ളത് ചെയ്തിട്ടും ജീവിക്കണ ജീവിതമല്ല. അങ്ങനെ പഠിച്ചിട്ടില്ല. ചെറുപ്പം മുതലും പഠിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് കെട്ടിയവനും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് അറിയില്ല. കല്യാണം കഴിഞ്ഞ് കെട്ടിയവൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഒരാളുടെ അന്യ എത്രയോ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന കടയിലാണെങ്കിലും ആ മനുഷ്യന് അല്ലാത്ത കൂലി അല്ലാത്ത 1 ഉറുപ്പ്യ ആ മനുഷ്യ കടയിൽ നിന്ന് തൊടില്ല. അതാണ് എന്നെയും പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ പോയാലും അങ്ങനെയുള്ള മുതൽ നമുക്ക് വേണ്ട. നമ്മളത് ആ ഭക്ഷണം എൻ്റെ മക്കൾക്ക് കൊണ്ടൊന്ന് തിന്നാനും കൊടുക്കില്ല. അങ്ങനെ തിന്നാൻ കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ ഷാജി പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ